ഇതോ ഞങ്ങക്ക് വലിയ മീൻ കിട്ടി. ഞാനും കൂട്ടുകാരും കൂടി പോയി പിടിച്ചാണ്. രാത്രി 1 മണിയായിതാ. കുളത്തുനിന്ന് പോയതാണ്, കൂട്ടുകാരന്റെ കുളത്തുനിന്ന് പിടിച്ചാണ്. വലിയ മീനാ കിട്ടിയത്. വലിയ വല വീശിട്ട് പിടിച്ചാണ്, തണ്ടാടി വല വലിച്ചിട്ട് കുളത്തുനിന്ന് പിടിച്ചത്. നിറയെ മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. എന്ത് മീൻ ഇത്? ഇത് സിൽവർ മീൻ, പേരൊന്നും എനിക്കറിയില്ല. ചിജി നോക്ക് കൂട്ട മീന്, നോക്ക് വലിയ മീനാണ്. സിജു നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടതാ. ജീവനോടുള്ള മീനായിരുന്നു അവിടെ കിട്ടുമ്പോ. ഈ നേരാക്കാൻ പോകുന്നു. രാത്രി തന്നെ വൃത്തിയാക്കണം, അല്ലെങ്കിൽ അത് കേട് വരും. ഇത്ര നല്ല മീൻ കിട്ടിയിട്ട്. മീനാണിത്? സിൽവറാ? സിൽവർ. ഇതില് പഞ്ഞലുണ്ടാവോ? അറിയില്ല, നോക്കണം ഇനി അതൊക്കെ. നിറയെ ഉണ്ടായിരുന്നു അങ്ങനത്തെ മീന്. 5-6 കിട്ടി. വലിയ കുളമാണ്. ഇവര് വലയിട്ടിട്ടാ പിടിക്കട്ടെ. മാമ നോക്ക് ചെയ്യുന്നേ. ശിജു നോക്കിയിരിക്കണ് പൂച്ചനമാരി. മാമ എന്താ വൃത്തിയാക്കണത്? പറ. മീന് വലിയ മീനില്ലേ? അങ്ങോട്ട് പിടിക്കുമ്പോ ഇങ്ങോട്ട് പോയി, അങ്ങോട്ട് പിടിക്കുമ്പോ വഴുക്കിട്ട് കിട്ടുന്നില്ല. ചാരം ഉണ്ടെങ്കിൽ അതിൽ പിടിച്ചിട്ടൊക്കെ എടുക്കാൻ പറ്റില്ലേ? ഇതിപ്പോ ചാരവും ഇല്ല ഇവിടെ. എന്ത് ചെയ്യും? മാമക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിടിച്ചിട്ട് നീ എന്ത് ചെയ്യും ഇതിന്? പാവം, മീനും പിടിക്കണം, മീനും വൃത്തിയാക്കിയും തരണം മാമാക്ക്. ഓപ്പോസിറ്റ് മാറി ചിലപ്പോ കത്തി തെറിക്കും. കെവീർക്ക് മീൻ കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം കറിയൊക്കെ എല്ലാം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മഞ്ചട്ടിയിൽ, വലിയൊരു മഞ്ചട്ടിയിൽ തല കറി വെക്കണ്ടേ? തല വെക്കാനേ തലയും വാലും എന്താണ് രാത്രി കറിയും വെക്കല്. എല്ലാം റെഡിയാക്കി തലക്കറി. പിന്നെ ബാക്കിയൊക്കെ നമുക്ക് സമാധാനം പോലെ വെക്കാം. ഇത് മുറിച്ചിട്ട് ആവണില്ല. ഈ മീന് 1 വർഷത്തിൽ ഇത്ര വലുതാവോ? അതൊക്കെ 3 വർഷമായിട്ടുണ്ടാവും. 3 വയസ്സുണ്ടാവും. 3 വയസ്സുണ്ടാവും മീനിന്. കുട്ടാ, നാളെ മീൻ കറിയും പിന്നെന്താ വെക്കുക? നല്ല കപ്പയും ഉണ്ടെങ്കിൽ അടിപൊളിയായി. മീൻ കറി തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, അതിൽ കൊണ്ടിടാം. ഒന്നും കൂടി മുറിക്കാം. അപ്പോൾ പഞ്ഞള് ഇതാ കിട്ടി. തല ഇതെന്താ സാധനം? ഒരു ഗ്യാസ് ബലൂണ് മാറി. ഒരു ഭാഗം മൊത്തം 10 കിലോ. തലയിൽ തന്നെ ഒരു 3 കിലോ ഒക്കെ പോയിട്ട് ഇതിനിങ്ങനെ മുറിക്കാം. വാഴിനെ ചേർക്ക് തല വെട്ടി തന്നാ അതിന് കഴുകിയിട്ട് ഞാൻ ആ ചാറ്റിൽ കൊണ്ടിടാം. മീമി നോക്കിയിട്ടിരിക്കാണ് അല്ലേ? പൂച്ചനമാര്. വാവ മീൻ കഴിക്കില്ല, ദൂരെ നിന്ന് നോക്കിയിരിക്കാണ്. മീനൊക്കെ വട്ടത്തിൽ കഷ്ണമായിക്കൊണ്ടിരിക്കുന്നതാ, വലിയ വലിയ കഷ്ണങ്ങൾ. അപ്പൊ ഇത് മീൻ കറി നമുക്ക് നാളെ അല്ലേ വെക്കുന്നത്? അയ്യോ, ഒക്കെ രാത്രി തന്നെ വെക്കുന്നു. കുറച്ച് ഇന്ന് വെക്കും. തല നമുക്ക് രാത്രി വെക്കാം. തലയും എല്ലൊക്കെ മുള്ളൊക്കെ രാത്രി. പിന്നെ നാളേക്ക് കുറച്ച് എന്തായാലും ഇന്നിപ്പോ വെച്ച് കഴിക്കും. എന്നിട്ടാ കിടക്കുക. ഫ്രഷ് മീൻ കിട്ടിയാലേ അതിന് ചെയ്യേണ്ടത്. ഇനി അടുത്ത് തലന്റെ പരിപാടിയാണ്. തലനെ ശരിയാക്കണമെങ്കിൽ നല്ല പണിയുണ്ട്. മീൻ തല കഴുകി വൃത്തിയാക്കി ഇനി ഇതൊക്കെ ഇടുന്നുണ്ട്. ശരിക്കുട്ടാ, ഇവിടെ വാ. ഇത് നോക്ക്, ഇവിടെ നോക്കുതാ. എന്താ മീനിന്റെ മണം കേട്ടിട്ട് വന്നിരിക്കപ്പ. നല്ല മണമുണ്ട് കേട്ടാ. മണമുണ്ട്. അവിടെ മാമ മീൻ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മീനിടാൻ പോകുമ്പോഴേക്കും അവനിക്ക് മണം മനസ്സിലായി. അങ്ങനെ ഓടിക്കൊണ്ട് ഇവിടെ വന്നു. എന്തായാലും നല്ല മീൻ. ശിജിക്കുട്ടാ, ഇവിടെ വാ. ശിജിക്കുട്ടനിക്ക് ഇനി ഈ മീൻ കഴിക്കാതെ അവന് ഉറങ്ങില്ല. ഇപ്പം സമയം 12 മണിയായി. ഇനി ഇത് കുറച്ച് മീൻ കഷ്ണം കൊടുത്ത് അവനിക്ക് കൊടുക്കും. ചോറൊന്നും കൊടുക്കില്ല. അവനല്ലാതെ അവൻ ഉറങ്ങാൻ പോയില്ല. അല്ലെങ്കിൽ രാത്രി മെല്ലെ കട്ട് കഴിക്കാൻ വരും.
അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് അവനിക്ക്. ഇന്ന് നല്ല ശ്രദ്ധിക്കണം അവനെ, കൂട്ടി വെക്കണം മീൻ കറി വെച്ചത് അല്ലേ ശിജിക്കുട്ട? ഇവിടെ വാ, ഇവിടെ വാ. ആ ഇളക്കിക്കോ. ആ ആ മൂടി വയ്ക്ക്. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. തിളയ്ക്കട്ടെ നന്നായിട്ട് കേട്ടോ. ശിജിക്കുട്ട ഇവിടെ നോക്ക്. പാട്ട് പാട്, പാട്ട് പാട്. ആ പാട്ട്. വലിയ സന്തോഷത്തിലാണ് മീമി വയ്ക്കണ കാരണം അല്ലേ? അവിടെ മാമാനെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ഇവിടെ വന്നോ? ഇവിടെ മീൻ കറി വെക്കണ പറഞ്ഞിട്ട്. ഇപ്പൊ 1 മണിയായി. മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി. അപ്പൊ തലയൊക്കെ ഇപ്പൊ ചാറ് വെച്ചിട്ടുണ്ട്. അതിപ്പോ തന്നെ കഴിക്കും. ഇത് ഒരു ദിവസം കറി വെക്കാം നമുക്ക്, ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട്. ഇത്രയും കഷ്ണങ്ങൾ കുറച്ച് വറുക്കുകയും ചെയ്യാം. വേണ്ട പോലെ മീൻ നല്ല പീസുകളെ കിട്ടിയിരിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മീൻ. ഇവിടെ ഷിജിക്കുട്ടിന്റെ പപ്പായും വാവിയും മീൻ കഴിക്കില്ല. ഷിജു, മാമ, ഞാന്. അതെ, മാമ അങ്ങനെ കുളിച്ചു വന്നു. മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. രാത്രി 2 മണിയായി. മീൻ കറിയൊക്കെ റെഡിയായി. അപ്പൊ ഒന്ന് കഴിച്ചു നോക്കാൻ പോകുന്നു. എങ്ങനെയുണ്ട് നോക്കണല്ലോ. ഇത് തലക്കറിയാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഷിജു ഫസ്റ്റ് കുറച്ച് കഷ്ണമൊക്കെ എടുത്ത് ഷിജുവിന് കൊടുത്തു ഞാൻ കേട്ടോ. ഇപ്പൊ മീൻ കറിയൊക്കെ റെഡിയായി. തലക്കറി രാത്രി 2 മണിയായി ഇപ്പൊ. അപ്പൊ ഷിജുവിന് ആദ്യം ഇത്തിരി കൊടുക്കട്ടെ. ഷിജുവിന് കുറച്ച് ഫസ്റ്റ് ഞാൻ കൊടുത്തു. കഷ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ. നല്ല ടേസ്റ്റ് ഉണ്ട് മീന്. നല്ല സോഫ്റ്റായി ഇറക്കിയാണിത്. നന്നായിട്ടുണ്ട്. ഷിജുവിനപ്പോ എല്ലില്ലാത്ത മുള്ളില്ലാത്ത ഭാഗത്തിലെ പീസ് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു ചാറ്റിൽ. അപ്പൊ അതെടുത്ത് അവനിക്ക് കൊടുത്താ. ആ അതാണ് ഇൻട്രസ്റ്റ് കാണിട്ട് പോയിരിക്കുന്നത്. അതെ, തലയാട്ടിനുണ്ടോ? ഇഷ്ടമായോ ഷിജുവിനെ? ഇഷ്ടമായോ? ആ ഓ കപ്പിയൊക്കെ കിട്ടണം. കപ്പിയൊന്നും ഇല്ല. ഇതിപ്പോ രാത്രി 2 മണി നേരത്ത് പ്രതീക്ഷിക്കാണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണം. തലക്കറി നമ്മൾ ചാറ് വെച്ചിപ്പോൾ കഴിച്ചു. ഇനി രാവിലേക്കാണ് ഇത് കഴിക്കും. ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് ഇപ്പോൾ വെറുതെ സാമ്പിൾ നോക്കിയാണ്. പിന്നെ ബാക്കി കുറച്ച് മീൻ വറുക്കാൻ ഉപ്പും മുളകൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചാറ് വെക്കാൻ കുറച്ച് കഷ്ണങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ചെയ്യും. ഇതൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ശിജിക്കുട്ട കുറച്ച് മീൻ ചട്ടിയോടുകൂടി ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചു മീൻ കറി. അല്ലെങ്കിൽ രാത്രി മാമ ഇറങ്ങുമ്പോൾ മാമാൻ അവനെ ഉറക്കാൻ കടത്തിയിട്ട് മെല്ലെ വരും മീൻ കെട്ടി തിന്നാൻ. ഇല്ല, കള്ളത്തരമൊക്കെ ഉണ്ട്. എന്നാലും നമ്മ ശ്രദ്ധിക്കാണ്ടെന്ന് അവൻ വരും. ഞാനത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആള് കണ്ടു. ഇനി മിണ്ടാണ്ട് കടന്നുറങ്ങുക കേട്ടോ. ആവശ്യത്തിന് കുറച്ച് കഴിക്കാൻ തന്നില്ലേ ഷിജുവിനെ? ഇഷ്ടമായോ മീന്? ഇഷ്ടമായോ? പറയോ? ആ സൂപ്പർ പറയൂ. സൂപ്പർ. സൂപ്പർ.